ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. സോ ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ ഒരു ആഘോഷമായിട്ട് നമ്മളിന്ന് ചാർമിനാറാണ് പോയത്. ഇവിടെ ഹൈദരാബാദ് ഓണമില്ല, ഒരാഘോഷവും ഇല്ല. പക്ഷേ ഇവിടെ ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് എനിക്കിന്ന് 2 ദിവസം ലീവ് കിട്ടിയായിരുന്നു കേട്ടോ. സോ ഫ്രൈഡേ നമ്മൾ കറങ്ങാനായിട്ടാണ് തീരുമാനിച്ചത്. ആഘോഷം എന്ന് പറഞ്ഞാൽ പുറത്തുപോയി ഫുഡ് കഴിക്കുക, കറങ്ങുക, ഇതായിരുന്നു ഉദ്ദേശം. സോ പർച്ചേസ് ഉണ്ടായിരുന്നു. സോ അപ്പോൾ നമ്മൾ പോയി ചാർമിനാർ പോയ അതിൻ്റെ എൻട്രൻസ് ആണ്. നമുക്ക് അകത്തോട്ട് ഓട്ടോ പോലും കയറില്ല, കാരണം അത്രയ്ക്കും തിരക്കാണുള്ളത്. അവർ കയറ്റാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളും കുറേ ഫോട്ടോ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. സോ അപ്പം ഇങ്ങനെ നടക്കാനായിട്ട് തന്നെ സ്ഥലം കുറവാണ്. ഞാനങ്ങനെ താഴോട്ട് നോക്കി എവിടേക്കോ നോക്കിയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പം ഇതാണ് നമ്മുടെ ചാർമിനാർ. കയറാൻ പോകുകയാണ് കേട്ടോ ഗൈസ്. നമ്മളിത് മണ്ടയ്ക്ക് കയറാനായിട്ടുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. സോ കയറിയിട്ടേ പോവുള്ളൂ എന്നൊറ്റ ഭാഷയിലായിരുന്നു വന്നത്. പക്ഷേ കണ്ടപ്പം നമ്മൾക്ക് ഒരു ചെറിയ പേടി. കയറണോ കയറണ്ടയോ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അപ്പോൾ പറഞ്ഞത് ഇങ്ങനെ കുഴി പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്. കാരണം സ്റ്റെപ്പിൽ താഴേന്ന് മണ്ടയ്ക്കൂടെ നോക്കുമ്പോൾ ഒരിതായിട്ട് തോന്നും എന്ന് പറഞ്ഞപ്പം ഞാൻ വല്ലാതെ ഇതായിപ്പോയി. പിന്നെ നമ്മളിതാ ക്യൂ നിൽക്കുകയായിരുന്നു മുകളിലേക്ക് കയറാനായിട്ട്. ചാർമിനാറിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് ക്യൂ നിൽക്കുക. അപ്പോൾ എൻ്റെ ക്യാമറ സൂമായി പോയിട്ട് ഞാൻ അറിഞ്ഞില്ല. സോ പിന്നെ നമ്മൾ ഇതാക്കി. അപ്പോൾ പിന്നെ അവിടെ പുറത്തുള്ള ക്യൂ നിൽക്കുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവരൊക്കെ അവിടെ കുറച്ച് പേരൊക്കെ മുസ്ലിങ്ങളാണ് കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത്. സോ അവരൊക്കെ അവിടെ നിന്ന് കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ ബോയ്സ് ആയിരുന്നു. സോ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഏതൊരു ലെന്തി വീഡിയോ ആണ്. സോ എനിക്ക് തോന്നുന്നു ഷോർട്ടാക്കാനൊന്നും പറ്റില്ല, കാരണം ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും താഴെ കുറച്ചൊക്കെ വീഡിയോ ഞാൻ ഇന്നൊക്കെ എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. സോ അതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. സോറി ഗൈസ്. സോ അപ്പം ലെന്തി വീഡിയോ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ കാണാം. അപ്പം ചാർമിനാർ എന്ന് പറഞ്ഞാൽ അത്ര കാണാനില്ലെങ്കിലും ചാർമിനാർ പോയി എന്നുള്ളൊരു സന്തോഷം അത് മനസ്സിലെപ്പോഴും ഉണ്ടാവും കേട്ടോ. ഒരു തവണയെങ്കിലും പോയി കഴിഞ്ഞാൽ. പക്ഷെ അവിടെ കാണാനൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ക്യൂ നിൽക്കുകയായിരുന്നു. അതിൽ കയറാൻ തന്നെ എനിക്ക് ഫ്രീ ആയിരുന്നു കേട്ടോ. കൊച്ചുങ്ങൾക്കൊക്കെ ഇവിടെ ഫ്രീ ആണ്. അഡൾട്ട്സിന് മാത്രം 25 റുപ്പീസാണ് ഒരാൾക്ക്. സോ അങ്ങനെ നമ്മൾ കയറി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചത് കുഴപ്പമില്ല എന്ന് ഓക്കെയാണ്. ഇഷ്ടപ്പെട്ടപ്പോൾ മമ്മീൻ്റെയാണ് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയും എൻ്റെ ക്യാമറ സൂമായി പോവാണ് ഗൈസ്. ഇപ്പോൾ ശരി. പിന്നെ നമ്മളിങ്ങനെ ഇതാണ് കയറാൻ പോകുന്നത് കേട്ടോ. അതിനകത്തൂടെ നമ്മുടെ ടിക്കറ്റ് കണ്ടോ, ചാർമിനാറിൻ്റെ ടിക്കറ്റാണ് ഗൈസ്. അത് അവർക്ക് കൊടുക്കണം. അവരത് നോക്കിയിട്ടേ അകത്തോട്ട് കയറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിത് അകത്ത് കയറി ഒരു ജയിൽ പോലെ. എനിക്ക് ആദ്യം എങ്ങനെയാണ് ഫീൽ ചെയ്തതുകൊണ്ട് അതങ്ങനെ എടുത്താണ്. പിന്നെ നമ്മൾ കയറിയിട്ടാണ് ഇതെങ്ങനെ എടുത്തത് കേട്ടോ. ഇപ്പം ഇറങ്ങുന്നത് ഞാൻ കാണിക്കാം കേട്ടോ, കാരണം അത്രയുണ്ട്. പിന്നെ അതായത് ഇങ്ങോട്ട് ഇങ്ങനെ ഇത് നമ്മുടെ താഴെ ചാർമിനാറിൻ്റെ താഴെ ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ചിലവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തമാശയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഓരോ ഭാഗത്ത് ചെല്ലുമ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ വലുതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇഷ്ടംപോലെ തിരക്കുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ആ സൈഡിൽ ഒക്കെ നമുക്ക് പോകാൻ പറ്റും. അവിടെ ഒരു ലോക്കൊക്കെ അവർ ഇട്ട് വെച്ചേക്കുകയാണ് കേട്ടോ. സൈഡിൽ പോകാൻ പറ്റും, പക്ഷേ അത് ലോക്ക് ഇട്ട് വെച്ചേക്കുകയാണ്. അവിടെ നമുക്കൊന്ന് വേണമെങ്കിൽ ഇറങ്ങാം. എന്നാലും അവരാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവും കേട്ടോ. ഞാനൊന്നും മുതിർന്നില്ല അതിന്. അല്ലെങ്കിൽ നമ്മൾ കയറി നോക്കിയെല്ലാം കണ്ടിട്ടേ വരുള്ളായിരുന്നു കേട്ടോ. ഏതായാലും ഒരു പ്രാവശ്യം പോയിട്ടും വീണ്ടും പോയി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ. തിരക്കായിരുന്നു വെച്ചാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇഷ്ടം പോലെ ആൾക്കാർ. ഇത് എൻ്റെ ക്യാമറയിൽ തന്നെ എന്തോ കുറേ ടൈനി ഇൻസെറ്റ്സ് പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ. അതിന് മാത്രമല്ല, പാരഡൈസിൻ്റെ ഹോട്ടൽ അവിടെ ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ മക്ക മസ്ജിദ് ഉണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മസ്ജിദാണത്. സോ മക്ക മസ്ജിദ് അതിൻ്റെ അടുത്തുണ്ട് കേട്ടോ. മക്ക മസ്ജിദിലേക്ക് നമ്മൾ പോയില്ല. അവിടെ പോകണമെങ്കിൽ ലേഡീസിനൊക്കെ ഷാള് എടുത്തിട്ടേ പോകാവുള്ളൂ, അല്ലെങ്കിൽ അവരതിനകത്ത് കയറ്റില്ല ലേഡീസിനെ. ബോയ്സിനെ മെൻസിനൊക്കെ ആണെങ്കിൽ
ഷോർട്ട് പാൻറ്റ് ഇട്ടിട്ട് അതിനകത്തോട്ട് കയറ്റില്ല, ലോങ് പാൻറ്റ് തന്നെ വേണം കേട്ടോ. ഈ 2 കണ്ടീഷൻസാണ്. അവിടെ ഫ്രീ ആണ് കേട്ടോ. ഇത് ഡൊമിനോസ് അടുത്തുണ്ട്, പാരഡൈസ് അടുത്തുണ്ട്. സോ നമ്മൾ അവിടെ കയറി കഴിച്ചു ഫുഡ്. സോ രാവിലെ അവിടെ കയറിയാണ് കേട്ടോ കഴിച്ചത്. സോ അത് ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സോ നമ്മൾ ചർച്ചിലൊക്കെ കയറിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. സോ ഇവിടെ അത്ര നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഷാൾ ഇടണം, ലോങ് പാൻറ് ഇടണം, അങ്ങനെയൊന്നും ഇല്ല. എന്തെങ്കിലും ഇട്ടിട്ട് കയറാം. 25 റുപ്പീസ് മാത്രം, അതായത് അഡൾട്ട്സിന് മാത്രം കൊടുത്താൽ മതി. ഫോറിനൊക്കെ ആണെങ്കിൽ കുറച്ച് പൈസ ഉണ്ട്. ഇന്ത്യന് എത്രയാണെന്ന് ഞാൻ നോക്കില്ല കേട്ടോ. ഇന്ത്യന് കുറവാണ്, ഫോറിന് കുറച്ച് കൂടുതലാണ് കേട്ടോ ഇവിടെ പൈസ ചാർമിനാർ കയറാനായിട്ട്. സോ ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. സോ ഇവിടെ നമ്മുടെ ഇത് വരുന്നത് ഹൈദരാബാദാണ് കേട്ടോ ചാർമിനാർ. ആർക്കെങ്കിലും അറിയത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരണം. സോ ഇവിടെ മസ്ജിദ് നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കണ്ടിട്ട് പഴയ ഒരു KGF ഇതാണ് എനിക്ക് തോന്നിയത്. കാരണം അവർ കാവൽക്കാരൊക്കെ ആ ചെറിയൊരു ഹൗസിലൊക്കെ നിന്നിട്ട് കണ്ടില്ല, ചെറിയ ഹൗസിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ തോക്ക് ചൂണ്ടി, അതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അവിടെ നിന്നപ്പോൾ. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ആയിരിക്കും അവരവിടെ ഇന്ത്യ ഫ്ലാഗ് കുത്തിവെച്ചിരിക്കുന്നത്, അറിഞ്ഞുകൂടാ, നേരത്തെ ഉണ്ടായിരിക്കും, അതൊന്നും നമ്മുടെ ഇഷ്ടമല്ല. അങ്ങനെ നമ്മളിതാ ഇവിടെ ലോക്കുള്ളതുകൊണ്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവിടെ ലോക്കുള്ളതാണ്. അങ്ങോട്ട് ഇതിൽ കയറി നമുക്ക് അങ്ങോട്ടൊക്കെ അവിടെ എന്തൊരു റൂം പോലെ ബാൽക്കണി ഫുള്ള് പോലത്തെ എന്തൊക്കെയൊക്കെ, അതും പൂട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ഇത് പൂട്ടിയിട്ടുണ്ട് കേട്ടോ. അവരവിടെ ഇത് പണിത് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞൂടെ, വെറുതെ ഒരു പണിയില്ലാണ്ട്. ഞങ്ങൾക്ക് അവിടേക്ക് ഒന്ന് കയറി കാണാനും നിങ്ങൾ പാവങ്ങളല്ലെന്ന് വിചാരിച്ചാൽ ഇവർക്കൊക്കെ എന്തിൻ്റെ സുഖമാണ്. അപ്പോൾ ഗൈസ് നമ്മളിത് അവിടെ ആംബുലൻസ് ഉണ്ട്, എന്തെങ്കിലും പറ്റിയാൽ ആംബുലൻസിൽ തലകറങ്ങി വീണാൽ ആംബുലൻസ് അവിടെ ഉണ്ട് കേട്ടോ, നോ പ്രോബ്ലം. അങ്ങനെ കാണാനായിട്ട് ഇഷ്ടം പോലെ തിരക്കാനുണ്ട്. എനിക്ക് വന്നപ്പം ഒരു കോൺഫിഡൻസ്. കയറാനായിട്ട് സ്റ്റെപ്പ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അത്രയൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. പിന്നെ പ്രായമായ എന്താ പറയുക, ജീൻസൊക്കെ ഇട്ടിട്ടേ വരാവുള്ളൂ. എന്തെങ്കിലും സാരി അങ്ങനെ എന്തെങ്കിലും ഉടുത്തിട്ട് കയറിയാൽ, വലിയ ഫ്രോക്കൊക്കെ ആണെങ്കിൽ കയറാൻ പറ്റില്ല കേട്ടോ. കാരണം തെന്നി ഹീലുള്ള ചെരുപ്പാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. സോ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കയറാനായിട്ട് ശ്രമിക്കുക ഗൈസ്. കാരണം ഇത് കുറച്ച് ഫ്രീ ആയിട്ട് കയറേണ്ടത്, നമ്മൾ എവിടെയെങ്കിലും പിടിച്ച് കയറണം. സോ ഡ്രസ്സിലും പിടിച്ച് ഹീലിലും പിടിച്ച് എല്ലാം പിടിച്ചിട്ട് അങ്ങനെ കയറാൻ പറ്റില്ല, എല്ലാം മറിഞ്ഞ് വീഴും. സോ ഗൈസ് അപ്പോൾ ലഗേജ് ഒന്നും എടുത്തിട്ട് കയറാണ്ടിരിക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ചെറിയ ഇടിഞ്ഞ വഴി ആയതുകൊണ്ട്, പഴയത്തെ പോലെ തന്നെ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീലിങ്സ്. സോ അപ്പം പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച്. ഇത് ഓരോരോ ഭാഗങ്ങൾ ചെല്ലുമ്പോൾ ഓരോ ഭാഗങ്ങളിങ്ങനെ വലുതായിട്ട് കാണാൻ പറ്റും കേട്ടോ. സോ സ്കൈ നമ്മൾ പോയ സമയത്ത് ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഇറങ്ങിയപ്പം. അയ്യോ ഇനി ഞാൻ കുറേ ലെന്തായിട്ടുള്ള വീഡിയോ ആണ് എടുത്തേക്കുന്നത്. നമ്മൾ പോകുന്ന ഒരിതാണ് കാണിക്കുന്നത്. സോ പപ്പയും മമ്മിയൊക്കെയാണ് നിൽക്കുന്നത്. ഇപ്പം ഞങ്ങൾ പോവാണ്. സോ ഗൈസ് ഈ വീഡിയോ ഒക്കെ ഞാൻ എന്തിനാണ് എടുത്തതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ കേട്ടോ. അതായത് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്, ഈ വഴിയല്ല കേട്ടോ ഇറങ്ങുന്നത്, ഈ വഴിയാണ് ഇറങ്ങുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ ഇതാണ് സ്റ്റെപ്പ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്റ്റെപ്പിൽ കൂടാണ് നമുക്ക് ഇറങ്ങുകയും കയറുകയും വേണ്ടത്. സോ അത്രയ്ക്കും ഡേഞ്ചറാണെന്ന് ചോദിച്ചാൽ ആ ഡേഞ്ചർ എന്ന് പറയാനായിട്ട് കുഴപ്പമില്ല. ഏതായാലും ഞാൻ എങ്ങനെയൊക്കെയോ ഇറങ്ങി വന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്കും ഇതായിരുന്നു. പിന്നെ അത് ചെറിയ ഒരു പൂട്ടിയൊക്കെ ഇട്ടേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ഇങ്ങനെ ഒരു പഴയ ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ തൊലിയും പഴത്തിൻ്റെ തൊലി എന്തൊക്കെയൊക്കെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മൈൻഡ് ചെയ്യില്ല, എന്നാലും ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് ഇട്ടതേ ഉള്ളൂ. ചാർമിനാർ എങ്ങനെയുണ്ടെന്നൊന്ന് എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചു. സോ ചാർമിനാർ കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. എന്നാലും അവിടെ ആൾക്കൊരു വൃത്തി മെയിൻ്റെനൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവർ അവിടെ അവരൊക്കെ കൊണ്ടിട്ടായിരിക്കും, അല്ലാണ്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. വൃത്തിയൊക്കെ ഉണ്ട്, നല്ല വൃത്തിയുണ്ട് ചാർമിനാർ. പക്ഷെ അവർ ഭിത്തിയെല്ലാം എന്തെങ്കിലുമൊക്കെ എഴുതി കുറിച്ച് അതൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുകയാണ്. സോ കേസ് അപ്പം അതൊന്ന് പ്ലീസ് ഡോണ്ട് റൈറ്റ് ഓൺ ദ വാൾ എന്നൊക്കെ എഴുതിയിട്ട് അവർ എഴുതുന്നുണ്ട് കേട്ടോ. ഇതാണ് ആൾക്കാർക്ക് ഓരോ ഇത് കാണിക്കുന്നു. ഭയങ്കര ഇതായിരുന്നു.
ഇറങ്ങുന്ന ടൈമിനാണ് മമ്മി ഇറങ്ങുന്ന ഓക്കെ ആയിരുന്നു, പക്ഷെ കയറുന്ന കുറച്ച് പാടായിരുന്നതാണ് അവർ രണ്ടുപേരും പറഞ്ഞത്. പക്ഷെ ഇറങ്ങുന്നതും കയറുന്നതും അത്ര കുഴപ്പമില്ല. എന്തായിരിക്കും ഇപ്പം കഴിഞ്ഞു കേട്ടോ. ഹൈ ഗൈസ്, ഞാൻ എൻ്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കുത്തി ഇറങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നത്. സോറി ഗൈസ്. ഇതാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതാ നമ്മൾ നേരെ ഇറങ്ങി, ഇനിയും കഴിഞ്ഞു സ്റ്റെപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. താഴെ ഇറങ്ങി ഇവിടെ ഇറങ്ങി. അയ്യോ, ഇറങ്ങിയിട്ട് നമ്മളിതാ അവിടെ ഒരു വാട്ടർ ഫോളിങ് പോലത്തെ സംഭവമുണ്ട്. പക്ഷെ ഇപ്പം അവരവിടെ വാട്ടറിൻ്റെ ഇത് ഓഫാക്കിയിട്ടേക്കും. നമ്മൾ ചെന്ന ടൈമിൽ അവിടെ വാട്ടറിൻ്റെ ഇതില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും നല്ല വൃത്തിക്കൊന്നും ഫോട്ടോ എടുത്തിന് കുറച്ച്, പക്ഷേ എന്നാലും ഒരു വൃത്തിക്കൊന്നും കാണാൻ പറ്റിയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ചാർമിനാറിൽ. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. എന്താ പറയുക, ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. അതായത് നമ്മൾ ഇറങ്ങുന്നതാണ് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. പിന്നെ ഇതാണ് അവിടുത്തെ കളക്ഷന്. അപ്പോൾ ഒരു രക്ഷയില്ല കൈസ്, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. കുറേ വാച്ചും കാര്യങ്ങളും, കമ്മലിൻ്റെ കളക്ഷൻസ് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. കമ്മൽ, ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ പേൾ സിറ്റി എന്നല്ല അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇഷ്ടം പോലെ ഓർണമെൻറ്റ്സ്, അതായത് ലേഡീസിന് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. മമ്മി കയ്യിലൊക്കെ ഇട്ടത് കയ്യിൽ ഞാനൊരു വളയ്ക്ക് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മമ്മി എനിക്കത് ഇടാനായിട്ടും ഊരാനായിട്ടും സഹായിക്കുമായിരുന്നു. ഈ ഇഷ്ടംപോലെ കടന്ന് നല്ല തിളങ്ങി ഈ ഗൈസ്. ഇപ്പം സൺലൈറ്റ് ആയതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു അവിടെ. അതെനിക്ക് നല്ലോണം മനസ്സിലായി. ഞാൻ അങ്ങോട്ടൊന്ന് മാറി നിൽക്കുകയായിരുന്നു. അതൊന്ന് എടുക്കാൻ ഞാൻ പയ്യനോട് പറഞ്ഞു. ആ പയ്യ അത് എടുത്തുകൊണ്ട് വരാനായിട്ട് പോയായിരുന്നു. നമ്മളിവിടെ കുറേ ഷോപ്സ് ഉണ്ട്, അതായത് ലേഡീസിന് പറ്റിയ ഡ്രസ്സസിൻ്റെ ഷോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് മമ്മീൻ്റെ കൈ കിടക്കുന്ന അതേ വളേൻ്റെ